യുവാക്കളുടെ കൂട്ടായ്മയിൽ യാഥാർത്ഥ്യമായ റോഡിന് കുറുകെയുള്ള തോടിനും ഇവർ പാലം പണിതു. കാപ്പുപറമ്പിൽ നിന്നും എടത്തനാട്ടുകര കോട്ടപ്പള്ളയിലേക്കുള്ള എളുപ്പവഴിയായ കാപ്പുപറമ്പ് നൂണപ്പാടം ചൂരിയോട് റോഡിന് കുറുകെയുള്ള കാക്കേനി തോടിനാണ് 3 ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത്. ചൂരിയോട് നൂണപ്പാടം കേസുപറമ്പ് വഴി മണ്ഡപക്കുന്നിലേക്ക് യുവാക്കൾ ചേർന്ന് നിർമ്മിച്ച ഇൻഡിപെൻഡൻസ് ഡേ റോഡിന് കുറുകെയുള്ള കാക്കേനി തോടിനാണ് പാലം നിർമ്മിച്ചത്. 13 അടി വീതിയും 15 അടി നീളവുമുണ്ട്. പ്രദേശവാസികളും സ്ഥലം ഉടമകളും റോഡ് നിർമ്മാണ കൂട്ടായ്മ അംഗങ്ങളും ചേർന്നാണ് 3 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. വലിയ വാഹനങ്ങൾക്കുൾപ്പെടെ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. റോഡിന് കുറുകെ 2 ഓവുപാലം കൂടി വേണം. ഇതിനായുള്ള സാമ്പത്തിക സമാഹരണത്തിലാണ് കൂട്ടായ്മ അംഗങ്ങൾ. ഞങ്ങളിപ്പോൾ ഈ റോഡ് ഒരു 5-6 മാസം മുമ്പാണ് ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമസ്ഥരൊക്കെ ചേർന്നിട്ട് റോഡ് പണി കഴിപ്പിച്ചത്. പിന്നെ റോഡ് പണി കഴിപ്പിച്ച് നമുക്കിവിടെ ഇതിലൊരു തോട് പോകുന്നുണ്ട്, കാക്കേനി തോട് കണ്ട് തോട് പോകുന്നുണ്ട്. ആ തോടിന് കുറുകെ ഒരു പാലം അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി പിരിവെടുത്തിട്ടും അതുപോലെ ഇവിടെയുള്ള സ്ഥലം ഉടമസ്ഥരുണ്ട്, പുറത്തുള്ള ആളുകൾ, പുറത്തുനിന്ന് വന്ന് ഇവിടെ സ്ഥലം വാങ്ങിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരുടെ നിന്നൊക്കെ പിരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പാലം പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലം മാത്രമല്ല, ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ അവിടെ ചെറിയ 2 തോടുകൾ, ചെറുതായിട്ട് 2 നീർച്ചാലുകളുണ്ട്. അതിന് കുറുകെ ഒരു ഓവുചാല് വേണം, 2 ഓവുചാല് വേണം. അതിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ സെറ്റാക്കുന്നുണ്ട്. റോഡിലൂടെ നിലവിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമെങ്കിലും 450 മീറ്റർ ഭാഗം പാടശേഖരമായതിനാൽ വർഷക്കാലങ്ങളിൽ വെള്ളം കയറും. പിന്നീട് 6 മാസത്തോളം യാത്ര അസാധ്യമാകും. ഇരുവശവും ഉയർത്തിയാൽ പ്രശ്നപരിഹാരമാകും. ഇതിനായി തുക അനുവദിക്കാൻ MP, MLA എന്നിവരുടെ കൂട്ടായ്മ അംഗങ്ങൾ വിഷയം അവതരിപ്പിച്ചിരുന്നു. 1.5 കിലോമീറ്ററോളുണ്ട്. ഇത് 3 അടി വയ്യായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു ബാച്ച് പണി കഴിച്ച് ഇപ്പോൾ 2ാമത്തെ ബാച്ചാണ്. ഇപ്പോൾ 2ാമത്തെ ബാച്ചിൽ വമ്പൻ സംഖ്യ വേണ്ടിയിരുന്നു. അപ്പോൾ MP ഫണ്ടിനെ ആവശ്യപ്പെട്ടിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ MP ഇവിടെ മണ്ണാർക്കാട് വരികയാണെങ്കിൽ നിവേദനം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ടും കൂടി കിട്ടിയാലേ ഈ റോഡ് യാഥാർത്ഥ്യമാകുള്ളൂ. ലോകസഭൻ്റെ മുന്നായിട്ട് MP ഫണ്ട് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MLAൻ്റെ ശ്രദ്ധയിലും പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചുരുങ്ങിയത് 60ഓളം കുടുംബങ്ങളുണ്ട് ഈ ഭാഗത്ത്. ഈ കുടുംബങ്ങൾ അമ്പലപ്പാറ ഭാഗങ്ങൾക്കൊക്കെ ഒരു 5 കിലോമീറ്ററിൻ്റെ 2.5-3 കിലോമീറ്ററിൻ്റെ മാറ്റം വരും എടത്തനാട്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ റോഡ് ഇനി ബാക്കി ഇപ്പോൾ ഇത്രയും ജനങ്ങൾ ഇപ്പോൾ നടക്കേണ്ട രൂപം കയ്യിൽ നിന്നെടുത്ത് ക്യാഷ് ഉണ്ടാക്കിയിട്ടാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താങ്ങാൻ കഴിയാത്ത ഫണ്ടാണ് വരിക. അപ്പോൾ അത് MP, MLAൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നാടിന് വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ. കാപ്പുപറമ്പ് പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പലരും പലവിധം ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് കാപ്പുപറമ്പിലെയും ചൂരിയോട്ടെയും നൂണപ്പാടത്തെയും 10ഓളം യുവാക്കൾ ചേർന്ന് റോഡ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. കാലങ്ങളായി പ്രദേശത്തുകൂടെ നടവഴി ഉണ്ടായിരുന്നു. ഇത് റോഡാക്കണമെന്നായിരുന്നു ആഗ്രഹം. 450 മീറ്റർ ദൂരമുള്ള വഴിയുടെ ഇരുവശവുമുള്ള സ്ഥല ഉടമകളെ യുവാക്കൾ നേരിട്ട് കണ്ട് ആവശ്യം അറിയിച്ചു. എല്ലാവരും സൗജന്യമായി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി. സമ്മതപത്രവും സമർപ്പിച്ചതോടെയാണ് 4 മീറ്റർ വീതിയിലുള്ള റോഡിൻ്റെ നിർമ്മാണം നടന്നത്. കാപ്പുപറമ്പിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ എടത്തനാട്ടുകരയിലേക്ക് എത്താനുള്ള വഴിയാണ് ഇത്. മുസ്തഫ ചുങ്കൻ, O ഷിഹാബ്, P മൊഹസിൽ, O സുന്ദരൻ, O വിഷ്ണു, C രതീഷ്, CP സുൽഫിക്കർ അലി, CP രാമൻ, ഉമ്മർ കളത്തുംപടിയൻ, NK സുരേന്ദ്രൻ, KP സഹദ്, M ശ്രീധരൻ, C ഷബീർ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.